യുവമോർച്ച സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. കെ സുരേന്ദ്രൻ, എം.ടി. രമേശ് പക്ഷങ്ങളെ വെട്ടിനിരത്തി തന്നെയാണ് യുവമോർച്ച സംസ്ഥാന ഭാരവാഹിത്വ പട്ടിക, അല്ലേ? ഇതിന്റെ വിവരങ്ങളുമായി മാനസ് ചേരുകയാണ്. മനസ്സ, നേരത്തെ തന്നെ ഈ മുൻ അധ്യക്ഷന്മാർക്കെതിരായ നീക്കങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ ശക്തമാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് യുവമോർച്ച ഭാരവാഹിത്വത്തിലും പ്രതിഫലിച്ചത്, അല്ലേ? എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ പെട്ടെന്ന്? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടികയും പിന്നാലെ വന്നതിന് തുടർന്നാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ തഴഞ്ഞുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെയും തന്നെ ഉണ്ടാകുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളെയും തഴഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ കമ്മിറ്റിയൊക്കെയും തന്നെ രൂപീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് തന്നെ ഇപ്പോൾ ബി.ജെ.പിയുടെ യുവമോർച്ച സംസ്ഥാന ഭാരവാഹികളെയും പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ എം.ടി. രമേശ് പക്ഷങ്ങളെയും വെട്ടി നിരത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് എസ് സുരേഷിന്റെ മൂന്നാം ഗ്രൂപ്പിനാണ് കൂടുതലും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇതിൽ ഉണ്ടായിരിക്കുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് പുതിയ ആളുകളാണ്. അതായത് മുഴുവൻ അംഗങ്ങളും പുതിയ ആളുകൾ കൂടിയാണ്. ഒപ്പം തന്നെ